പൗർണമിയുടെ കൈയുടെ ഫോട്ടോസ് നമ്മൾ എടുത്തത് എന്തിനാണെന്നറിയോ? പൗർണമിയുടെ അഭിരുചികൾ അറിയാൻ വേണ്ടിയിട്ടാണ് ട്ടോ. ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്തിട്ട് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ട്ടോ. നിർവാണ ലൈഫ് പാത്തിലാണ് നമ്മളപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതാണ് പൗർണമിയുടെ റിപ്പോർട്ട് കേട്ടോ മാം. മോൾക്ക് നല്ല പോലെ ഓർഗനൈസ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ട്. ആൾക്ക് കുറച്ച് കുറവുള്ളതെന്ന് പറഞ്ഞാൽ എഴുതാനൊക്കെ ചിലപ്പോൾ കുറച്ച് മടിയായിട്ട് വരാനുള്ള സാധ്യതകൾ വലുതാവുമ്പോൾ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് നല്ല പോലെ റിപ്പീറ്റേഷൻ കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എഴുതുക. ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും ചിലപ്പോൾ കുറച്ച് മോശമായിട്ട് വരാം. അപ്പം നല്ല പോലെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയാൽ മതി, അത് ബാലൻസ് ചെയ്ത് പോയിക്കോളും. പിന്നെ അതേപോലെ തന്നെ മോൾക്ക് ഇമോഷൻസ് ആണെങ്കിലും അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ചെറിയ കാര്യം മതി കരയുക, പെട്ടെന്ന് ഇമോഷൻസ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ പറയുന്ന ആളുടെ ഓഡിറ്ററി ആണെങ്കിലും അത്യാവശ്യം ഒരു ആവറേജ് ലെവലിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കോ നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദം, ഇപ്പോൾ ചീത്ത പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ടോണൊക്കെ മതി ആൾ പെട്ടെന്ന് ഒന്ന് ഡൗൺ ആവാനും അതേപോലെ ഇതാവാൻ. പിന്നെ ആൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു കൂട്ടത്തിലുള്ള കുട്ടിയാണ്. അപ്പം നമ്മൾ അത്യാവശ്യം മോളുടെ പ്രസൻസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് നെഗറ്റീവായിട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, തോട്ട് പ്രോസസ്സ് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആളുടെ ടോട്ടൽ ഫിംഗർ പ്രിന്റ് കൗണ്ട് 82 ആണ്. അതായത് ഈ ഒരു ടെസ്റ്റിലൂടെ പൗർണമിയുടെ അഭിരുചികൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഫ്യൂച്ചറിൽ നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യാനും അവളുടെ കരിയർ സെറ്റാക്കാനും പാരൻസ് എന്ന രീതിയിൽ നമുക്ക് ഉറപ്പായിട്ടും അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിർവാണ ലൈഫ് പാത്ത് കാക്കനാടാണ് ലൊക്കേഷൻ വരുന്നത്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പോയതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.